അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് നടപ്പാക്കിയ നിരവധി നടപടികൾ ജനാധിപത്യത്തിന്റെ ആത്മാവിനെയും ജനപങ്കാളിത്തത്തിന്റെ സാരത്തെയും തകർക്കുന്നവയാണെന്ന് ആരോപിച്ച് അമേരിക്കൻ ജനത ഒന്നാകെ തെരുവിലിറങ്ങി. മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ്, നിങ്ങൾ രാജാവല്ല എന്ന മുദ്രാവാക്യം ഉയർത്തി ആയിരങ്ങൾ വാഷിംഗ്ടണിലെ പെൻസിൽവേനിയയിലെ അവന്യൂവിലേക്ക് നീങ്ങുകയും ചെയ്തു. ഇതേപോലെ ചിക്കാഗോ, ബോസ്റ്റൺ, അറ്റ്ലാന്റ, ന്യൂയോർക്ക്, ലോസ് ഏഞ്ചലസ് എന്നിവിടങ്ങളിൽ സമാനമായുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറി. പ്രതിഷേധക്കാർ കൈകളിൽ ഡെമോക്രസി നോട്ട് ഡിക്റ്റേറ്റർഷിപ്പ്, നോ കിങ് നോ ക്രൗൺസ്, ഓൺലി പീപ്പിൾ തുടങ്ങിയിട്ടുള്ള ബോർഡുകൾ ഉയർത്തുകയും ചെയ്തു. ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനങ്ങൾ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്കും പൗരാവകാശങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ഈ പ്രക്ഷോഭത്തിന്റെ തുടക്കം കഴിഞ്ഞ ജൂണിൽ നടന്ന ആദ്യത്തെ നോ കിങ് പ്രതിഷേധമായിരുന്നു. ട്രംപ് ഭരണകൂടം എതിരാളികളെ നിയമപരമായി പീഡിപ്പിക്കുകയും അധികാരം ദുരുപയോഗം ചെയ്യുകയും ചെയ്തുവെന്ന ആരോപണങ്ങൾ ശക്തമായ സമയത്താണ് ഈ പ്രസ്ഥാനം രൂപം കൊണ്ടത്. അമേരിക്കയുടെ സ്ഥാപക പിതാക്കന്മാരുടെ രാജവാഴ്ച അവസാനിപ്പിക്കാൻ പോരാടിയവരാണ്. ഇപ്പോൾ വീണ്ടും രാജാധിപത്യ ചിന്താധാരകൾക്ക് ഭരണത്തിലേക്ക് കയറി വരുന്നത് നമ്മളെ ഭയപ്പെടുത്തുന്നു എന്നാണ് പ്രതിഷേധ സംഘാടകരിൽ ഒരാളായിട്ടുള്ള എമിലി റിച്ചാർഡ്സൺ വ്യക്തമാക്കിയത്. ഇവർ പറയുന്നത് പോലെ ട്രംപ് അധികാരം വ്യക്തിപരമായിട്ടുള്ള കീർത്തിയുടെയും പ്രബലതയുടെയും ആയുധമാക്കി മാറ്റിയിരിക്കുന്നു എന്നതാണ് പ്രക്ഷോഭകരുടെ പ്രധാനപ്പെട്ട സന്ദേശം. ട്രംപ് ഭരണകാലത്ത് ജനപ്രീതിയില്ലാത്ത മറ്റൊരു നീക്കമായിരുന്നു ഫെഡറൽ സൈനികരെ വിവിധ നഗരങ്ങളിൽ വിന്യസിക്കുകയും ചെയ്തത്. പോലീസിന്റെ അധികാരം മറികടന്ന് ഫെഡറൽ യൂണിറ്റുകൾ തെരുവുകളിൽ ഇറങ്ങിയപ്പോൾ ജനാധിപത്യത്തിന്റെ ആത്മാവ് തന്നെ തകർന്നുവെന്ന് ആരോപണം ഉയരുകയും ചെയ്തു. ഹോട്ട്ലാൻഡ്, സിയാറ്റലിൻ, ഡിയോട്രിൻ തുടങ്ങിയിട്ടുള്ള നഗരങ്ങളിൽ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ഫെഡറൽ ഏജൻസികളെ ഉപയോഗിച്ചതായി മനുഷ്യാവകാശ സംഘടനകൾ രേഖപ്പെടുത്തി. പൗരന്മാരെ ശത്രുക്കളായി കാണുന്ന ഭരണരീതിയാണ് ഇവിടെ തെളിഞ്ഞത് എന്ന് ഹ്യൂമൻ റൈറ്റ് വാച്ച് പ്രതിനിധി അഭിപ്രായപ്പെടുകയും ചെയ്തു. ഈ നീക്കങ്ങൾ അമേരിക്കൻ ഭരണഘടനയിലെ സ്വാതന്ത്ര്യത്തിനെയും സ്വാതന്ത്ര്യ അഭിപ്രായ പ്രകടനത്തിനെയും മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ളതാണെന്ന് വിദഗ്ധർ വിലയിരുത്തുകയാണ്. ട്രംപ് ഭരണകൂടം രാഷ്ട്രീയ എതിരാളികളായിട്ടുള്ള മാധ്യമ പ്രവർത്തകരെയും പ്രതിപക്ഷ നേതാക്കളെയും കുറ്റകൃത്യ കേസുകളിൽ കൊടുക്കാനുള്ള ശ്രമം നടത്തിയെന്ന ആരോപണങ്ങളും ശക്തമാണ്. ഫെഡറൽ അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനായി വിനിയോഗിച്ചുവെന്ന ആരോപണം ആവർത്തിക്കപ്പെട്ടു. ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ചില പ്രമുഖർ പറഞ്ഞതുപോലെ അമേരിക്കയിൽ നീതി വ്യവസ്ഥയും മാധ്യമ സ്വാതന്ത്ര്യവും രാഷ്ട്രീയ ആയുധങ്ങളാക്കപ്പെടുകയാണ്. 2016 തെരഞ്ഞെടുപ്പ് അന്വേഷണത്തിൽ നിന്ന് 2020 പോസ്റ്റൽ വോട്ട് വിവാദം വരെയുണ്ടായിരുന്നല്ലോ ഈ നീക്കങ്ങളുടെ തുടർച്ച. നിരവധി നിയമവിദഗ്ധർ ഇതിനെ അധികാരത്തിന്റെ നിയമവിരുദ്ധമായിട്ടുള്ള കേന്ദ്രീകരണം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പ്രതിഷേധങ്ങൾ വാഷിംഗ്ടണിൽ നിന്ന് തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രാജ്യവ്യാപകമായിട്ടുള്ള ഒരു പ്രക്ഷോഭമായി അങ്ങനെ മാറുകയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ നോ കിങ്, ഡിഫെൻഡ് നോട്ട് ഡെമോക്രസി എന്ന ഹാഷ്ടാഗുകൾ വൈറലാവുകയും ചെയ്തു. വിദ്യാർത്ഥികൾ മുതൽ തൊഴിൽ രഹിതർ വരെ, യുവതികൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെ എല്ലാവരും അതിൽ പങ്കാളികളായി. ട്രംപ് ഒരു ഭരണാധികാരിയാണ്, ഒരു നേതാവല്ല. ഞങ്ങൾ ഭരണകൂടത്തോട് വിശ്വാസം ചോദിക്കുന്ന ജനങ്ങളാണ് എന്ന് 23-കാരിയായിട്ടുള്ള വിദ്യാർത്ഥിനി ലൂസിയ മൈഡോണ തന്റെ പ്ലക്കാർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. തെരുവുകളിൽ സംഗീതം, മുദ്രാവാക്യങ്ങൾ, പ്രകടനങ്ങൾ എല്ലാം ജനാധിപത്യത്തിന് ഉണർവായി തീരുകയായിരുന്നു. പ്രതിഷേധങ്ങൾക്ക് മറുപടിയായി ഡൊണാൾഡ് ട്രംപ് തന്റെ സ്വഭാവ സവിശേഷമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തു. അവർ എന്നെ രാജാവ് എന്ന് വിളിക്കുന്നു, പക്ഷേ ഞാൻ രാജാവല്ല എന്ന് ഫോക്സ് ന്യൂസിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ട്രംപ് പറയുകയും ചെയ്തു. ജനാധിപത്യത്തിന്റെ രക്ഷകനായി തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. എതിരാളികൾ സത്യത്തെ വളച്ചൊടിക്കുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ പ്രസ്താവന പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ കാരണമാക്കി. നിരവധി നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും ട്രംപിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഭരണശൈലിയിൽ തന്നെ വെളിപ്പെടുത്തുന്നു എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. രാഷ്ട്രീയ നിരീക്ഷകർ ട്രംപ് ഭരണകൂടത്തിന്റെ നയങ്ങളെ അധികാരാധിഷ്ഠിതമായിട്ടുള്ള ഭരണ രീതിയിലേക്കുള്ള നീക്കമായി കണക്കാക്കുകയാണ്. ജനാധിപത്യത്തിന്റെ ആധാരമായിട്ടുള്ള എല്ലാ സംവാദവും ഉത്തരവാദിത്വം ഇപ്പോൾ നശിപ്പിക്കപ്പെടുന്നത് എന്ന് പ്രൊഫസർ ലോറൻസ് ഫ്രീമാൻ അഭിപ്രായപ്പെട്ടു. ഭരണകൂടത്തിന്റെ എല്ലാ തീരുമാനം വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നതും നിയമ സംവിധാനത്തെ ചുറ്റിപ്പറ്റിയുള്ള ഭീഷണികളും ആധുനിക അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഗുരുതരമായിട്ടുള്ള മാറ്റങ്ങളാണ്. ട്രംപ് അമേരിക്കയുടെ ഭരണരൂപം പുനർഗലിക്കാൻ ശ്രമിക്കുന്നു എന്നും അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയിലെ ഈ സംഭവ വികാസങ്ങൾ അന്തർദേശീയ തലത്തിലും ചർച്ചയായിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ പ്രതിഷേധം ജനാധിപത്യത്തിന്റെ സ്വാഭാവിക പ്രതിഫലനമാണ് എന്ന് വിലയിരുത്തി. ബ്രിട്ടീഷ് പത്രങ്ങൾ ട്രംപ് വേഴ്സസ് ദ പീപ്പിൾ എന്ന തലക്കെട്ടിൽ വിഷയത്തെ മുൻപന്തിയിൽ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ചില വിദേശ രാഷ്ട്രീയ നിരീക്ഷകർ അമേരിക്ക ഒരിക്കൽ ജനാധിപത്യത്തിന് മാതൃകയായി കണക്കാക്കിയ രാജ്യമായിരുന്നു എന്ന് പറയുകയും ചെയ്തു. ഇന്ന് അതേ രാജ്യം തന്നെ രാഷ്ട്രീയ വിഭജനത്തിന്റെ പഠനക്കേസായി മാറുകയാണ്. ട്രംപ് ഭരണകാലം അവസാനിപ്പിച്ചാലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ദീർഘകാലം അമേരിക്കൻ സമൂഹത്തിൽ പ്രതിഫലിപ്പിക്കുന്നതാണ് എന്നതാണ് ഇവരുടെ മുന്നറിയിപ്പ്.
ട്രംപ് ഭരണകാലത്ത് അമേരിക്കൻ സമൂഹത്തിൽ വിഭാഗീയതയുടെയും ജാതി വിവേചനവും കൂടുതൽ വളർന്നിരുന്നുവെന്ന് വിദഗ്ധർ സൂചിപ്പിക്കുകയാണ്. കുടിയേറ്റ നയങ്ങളിൽ കടുത്ത നിയന്ത്രണം, അതിരുകളിലെ മതിലുകൾ, മുസ്ലിം രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള യാത്രാവിലക്കുകൾ എന്നിവ ജനപ്രതിഷേധങ്ങൾക്കും കാരണമാക്കി. ഭരണകൂടത്തെ ഭയപ്പെടുത്തുകയും അസഹിഷ്ണുതയും രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന് സാമൂഹ്യ പ്രവർത്തക റോസ ഹാർമൺ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത്തരം നയങ്ങൾ സമൂഹത്തിൽ ആഴത്തിലുള്ള മാനസിക മതിലുകൾ തീർക്കുകയും ജനാധിപത്യത്തിന്റെ അടിത്തറയെ തകർക്കുകയും ചെയ്യുകയാണ്. നോ കിങ്സ് പ്രസ്ഥാനം ഇപ്പോൾ ഒരു പ്രതിഷേധമല്ല, ജനാധിപത്യ പുനർജീവനത്തിന്റെ ഒരു പ്രതീകമായി അമേരിക്കയിൽ അങ്ങനെ വളരുകയാണ്.